നമസ്കാരം, എൻ്റെ പേര് രഘു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനാണ്, കഥാപ്രസംഗകനാണ്, എഴുത്തുകാരനാണ്. എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച ഒരു സകലകലാ വല്ലഭനാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്റെ കുട്ടികളുടെ നിർബന്ധപ്രകാരം ഉണ്ടാക്കിക്കൊണ്ടുവന്നത് തത്ത. തത്തേനെ ഉണ്ടാക്കാൻ പോണ തത്ത അല്ല, തത്തയിരിക്കുന്ന തെങ്ങിന്റെ ഓല ചീകിയെടുത്തുണ്ടാക്കിയ പച്ചില പാമ്പ്. പെടക്കിട പെടപ്പ് വേണ്ട, ചാടി കൊത്തിക്കളയും. കട്ട്. എന്റെ പാമ്പ് കണ്ട് നിങ്ങൾ ഞെട്ടിയില്ലേ? അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ചിരട്ടയിൽ ഞാൻ തീർക്കാൻ പോകുന്ന അലങ്കാരപ്പണിയാണ്. ചിരട്ടയിൽ എന്തിനുണ്ടാക്കണ? മിക്കവാറും ചിരട്ട കൊണ്ടുണ്ടാക്കിയ തവിയായിരിക്കും. എനിക്ക് തോന്നണേ ചായ വീണ കപ്പില്ലേ, അതായിരിക്കും. വ്യൂസ് കൊണ്ട് ഞെരിയും നമ്മൾ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ചിരട്ടയിൽ നനവുള്ള മണ്ണ് നിറയ്ക്കുക. മണ്ണെന്നിട്ടാ നിറയ്ക്കണ? ചിലപ്പോ ഏൻഷ്യൻ ടെക്സ്ചർ കിട്ടാനായിരിക്കും. ഓഫ്, അപാരം. മണ്ണ് നിറച്ചതിന് ശേഷം ഇതിനെ ഇങ്ങനെ കമത്തി അടിക്കുക. ചൂടുള്ള മണ്ണപ്പം റെഡി ആയിട്ടുണ്ട്. കുട്ടികൾ കണ്ടാൽ ഇതെടുത്ത് കഴിക്കുകയൊന്നും ചെയ്യരുത്, എനിക്ക് തന്നെ കൊതിയാവുന്നു. ഇതുണ്ടാക്കാനിടാ ഇത്രയും ബിൽഡപ്പ്? കോമളം, നീ ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. നിനക്ക് ഓർമ്മയുണ്ടോ കുട്ടിക്കാലത്ത് നമ്മൾ ഇതുപോലെ മണ്ണപ്പ ചുട്ട് കളിച്ചത്? മണ്ണപ്പ ചുട്ട് കളിക്കേണ്ട പ്രായം എന്നപ്പം കൂടിയ പെണ്ണല്ലേ. അച്ഛാ, ഈ പിള്ളകളിയല്ലാതെ വേറെ ഒന്നും അറിഞ്ഞൂടെ? വേറെ ഞാൻ ഓലജീവി ചൂലുണ്ടാക്കും, അത് മതിയാ. പിന്നെ ഡബിൾ ഡെക്കർ ബോട്ട് ഉണ്ടാക്കും, അത് മതിയാ. ഡബിൾ ഡെക്കർ ബോട്ടാ? അതെങ്ങനെയാ? 2 സിമ്പിൾ ബോട്ട് ഉണ്ടാക്കിയിട്ട് ഒരെണ്ണത്തിന് മണ്ടി എടുത്ത് ഒട്ടിച്ചു വെച്ചാൽ മതി, ഡബിൾ ഡെക്കറായി. അച്ഛാ, ഈ ബോട്ടൊക്കെ ഉണ്ടാക്കിയിരിയേ, നമ്മളിതാ പോയിട്ട് വരാം. വാ വാ വാ. മണ്ണപ്പം ഇരിക്കുകയും ചെയ്യണം, എടുത്ത് കഴിച്ചാല. ഇതൊക്കെ എങ്ങനെ യൂട്യൂബിൽ എടുത്തിടുന്നത്? മണ്ണപ്പം ചുട്ട് കളിക്കണിരുന്ന് എനിക്കറിഞ്ഞൂടേ. ഇതെന്തരീ? കഴിച്ചു നോക്ക്. കൊള്ളാല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. കടയിൽ നിന്ന് വാങ്ങിച്ചതാ? ഞാൻ ഉണ്ടാക്കിയത് ജലജിയുടെ ഒരു പരീക്ഷണം. കിട്ടി, കണ്ടന്റ് കിട്ടി. കുക്ക് വിത്ത് ജലു. ആക്ഷൻ. മാന്യ സദസ്സിന് വന്ദനം. നിങ്ങൾ എന്തരമാ പദ്യപാരായണം ചൊല്ലാൻ പോണ? ഹേ ഗൈസ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തായ്ലാന്റിലെ പ്രമുഖ ഷെഫായ ഷിഫാൻഷു ഉണ്ടാക്കി പരാജയപ്പെട്ട ഒരു വിഭവമാണ് ചിക്കനി ചമ്മേലി ചിക്കൻ. അതിനാദ്യം വേണ്ടത് ചിക്കനാണ്. ചിക്കനി ചമ്മേലി ചിക്കന് പിന്നെ ചിക്കൻ അല്ലാതെ അയല വറുത്തു കൊടുക്കോ? ഇതിന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അടുപ്പ് കത്തിക്കണം. അതിന് ഞാൻ ലൈറ്റർ എടുത്തു, കത്തിക്കാൻ പോകുന്നു. നല്ല രാശി. മുഖം കാണിക്കുന്ന മുമ്പേ ഔട്ട് ഓഫ് ഫോക്കസ് ആയല്ലേ? കത്തണില്ലല്ലോ. ഷിഫാൻഷു ഉണ്ടാക്കിയ ചിക്കനി ചമ്മലി ചിക്കൻ കിട്ടാൻ കുറച്ചു നേരം വൈകും. അസിസ്റ്റന്റ് പോയി നോക്കടേ. അസിസ്റ്റന്റ് പോയി നോക്ക്. ചിക്കനി ചമ്മേലി കിട്ടാൻ ഇനിയും കുറെ കാത്തിരിക്കണം. ഇത് എന്തൊരു കുന്ത്രാണ്ടം! ഇത് എവിടെ നിന്ന് വാങ്ങിച്ചാ? നല്ല നോക്കി വാങ്ങാനും പറഞ്ഞൂടാ. ചെറുക്ക, നീ വലിയ യൂട്യൂബർ ആയിരിക്കാം, പക്ഷെ ഇതെന്റെ തട്ടകോണം അടുക്കള കേട്ടാ. ഇവിടെ ഞാൻ പറയുമ്പോ രാത്രി, ഞാൻ പറയുമ്പോ പകല്. ഹലോ, അടി കൂടാതെ ആരെങ്കിലും പോയി തീപ്പെട്ടി എടുത്ത് കത്തിക്കാൻ നോക്ക്. ഫോണിന്റെ സ്റ്റോറേജ് ആകെ 30 MB കൂടെ തന്നെയുള്ളൂ. തീപ്പെട്ടി എന്റെ കയ്യിലുണ്ട്. കഥക്. മണ്ണപ്പ ചുട്ട് തീർന്ന മക്കളന്മാരെ, എനിക്കൊരു അവസരം തരും. ഒരൊറ്റ തീ കത്തിക്കണത് മാത്രം. അത് പറ്റൂല, ഇതെന്റെ കുക്കിംഗ് ആണ്, നിങ്ങൾക്ക് അവസരം ഒന്നും തരൂല. പ്ലീസ് ജലജ്, ഒരൊറ്റ ഒരു ക്യാമിയോ. പിന്നെ കത്തിക്ക്. മക്കളെ, പിന്നെ വീഡിയോയിൽ എന്റെ എൻട്രി ആകുമ്പോഴേ ഒരു പൊട്ടിത്തെറിയിൽ തുടങ്ങാൻ പറ്റുമോ? ഒരു മാസ് ബീജമൊക്കെ ഇട്ട് ആൾക്കാരെ കോരി തരിക്കാൻ വേണ്ടി. വാ എല്ലാം കളിച്ചോണ്ട് നിൽക്കാതെ പെട്ടെന്ന് കത്തിച്ചാണ്. ആക്ഷൻ. ദാ കത്തിക്കണം. രഘു സ്റ്റൈൽ കത്തിക്കലാണ്. മാണിക്കല്ലേ ഭാഷ, മാണിക് ഭാഷ. സാറിനോടൊപ്പം പടക്കം പൊട്ടിച്ച എന്റെ ചിക്കനി ചമ്മേലി ചിക്കൻ. അച്ഛാ മക്കളെ, ഇൻട്രോ മാത്രമല്ല ബ്ലാസ്റ്റ് ഇടാൻ പറഞ്ഞോളൂ. വീഡിയോ മൊത്തം ബ്ലാസ്റ്റ് ആക്കി ഇടാതി. ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൂ.